ദുബായിൽ നിന്നും തത്സമയം ചേരും. ആദ്യം ഞാൻ എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു. എസ് രഞ്ജിത്ത്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വരുന്ന വിവരം അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്, നിരാശാജനകമാണ്. ദുബൈയിൽ വീണ്ടും ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അവിടെയുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ സ്ഫോടന ശബ്ദങ്ങൾ എന്തെങ്കിലും കേട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എസ് രഞ്ജിത്ത്, UAE യിൽ നിന്നും. ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ദുബായിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്ന്. ഞങ്ങൾ താമസിക്കുന്നത് അൽനാദ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളുടെ ഈ റൂമിൽ ഇരിക്കുമ്പോഴും നമുക്ക് വിവിധ സ്ഥലങ്ങളിലെ സ്ഫോടന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയുള്ള വിവിധ ആളുകൾ ഫ്ളാറ്റിന്റെ പുറത്തേക്ക് വരികയും അവർ ഈ സ്ഫോടന ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ആകാശത്തേക്ക് നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ദുബൈയുടെ ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം, ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മളെ വിളിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ആളുകൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്കും കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ഈ ഒഫീഷ്യലായി സ്ഥിരീകരിച്ച വിവരം എന്ന് പറയുന്നത് അബുദാബി വിമാനത്താവളത്തിലെ ആക്രമണമാണ്. സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ഒടുവിലായി ഇവിടുത്തെ ദുബായ് UAE മീഡിയ ഓഫീസ് അവസാനമായി സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു സ്ഥിരീകരണം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മറ്റ് ഇടങ്ങളിൽ നിന്ന്, അതായത് ഇപ്പോൾ ദുബായി കേന്ദ്രീകരിച്ച് അബുദാബിയും ദുബായിലും മാത്രമാണ് ഇപ്പോൾ സ്ഫോടന ശബ്ദങ്ങൾ നേരത്തെ നമ്മൾ കേട്ടത്. മറ്റിടങ്ങളിലൊന്നും, മറ്റ് എമിറേറ്റ്സിലൊന്നും അത്തരം ബുദ്ധിമുട്ടുകളില്ല അല്ലേ? തീർച്ചയായും മറ്റ് എമിറേറ്റ്സുകളിൽ നിന്ന് അത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മറ്റെല്ലാ സ്ഥലങ്ങളും ശാന്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ എങ്കിലും ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. ഇന്നലെ അബുദാബിയിൽ US സൈനിക താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. പിന്നാലെ ദുബായ് എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അബുദാബി എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പാം ജുമൈറ മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നു. ബുർജൽ അറബിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരം വാർത്തകളൊക്കെ രാത്രിയോട് കൂടിയാണ് പുറത്തു വന്നത്. സ്വാഭാവികമായും അതിന്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. രാജ്യം സുരക്ഷിതമാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് UAE ഭരണകൂടം. പക്ഷേ ഈ ഇറാൻ ഇനി ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടത്തുക, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യാക്രമണം ഏത് രീതിയിലായിരിക്കും എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, രഞ്ജിത്താണ് UAE യിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.